സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്കരിയാണ് നമുക്കൊപ്പമുള്ളത്. ഉസ്താദ്, ഇപ്പോൾ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മുനമ്പം വിഷയം വീണ്ടും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും BJP. സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് ശേഷവും കഴിഞ്ഞ ദിവസം അടക്കം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഈ വിഷയത്തെ കടുപ്പിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. എങ്ങനെ നോക്കിക്കാണുന്നു BJPയുടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ മുനമ്പം വിഷയം അടക്കമുള്ള ഇതിൽ അവരുടെ സമീപനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? രേഖകൾ സംസാരിക്കുന്ന ഒരു ഭൂമിയെക്കുറിച്ച് ഉള്ള തർക്കം അത് രേഖ നോക്കിയാൽ അവസാനിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഒരു സ്വത്തിന്റെ തർക്കത്തെ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതൊരിക്കലും മതങ്ങൾ തമ്മിലുള്ളൊരു തർക്കമേ അല്ല. അപ്പൊ അതിനെ ആ നിലക്ക് തന്നെ കാണേണ്ടതാണ്. ഈ വഖഫ് കിട്ടിയ ഭൂമി വിറ്റു എന്നുള്ളത് വലിയൊരു വീഴ്ചയല്ലേ? അത് ഫറൂഖ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്നായിട്ട് കാണുന്നുണ്ടോ? ആ കാര്യമാണ് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഭൂമി വഖഫാണോ, വിൽപ്പന നടത്തിയിട്ടുണ്ടോ, അതിന് എന്ത് നിയമപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു തീരുമാനം വരുന്നവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനൊരു വിഷയം ഉടലെടുത്തപ്പോൾ തന്നെ പ്രതിപക്ഷം അടക്കം ലീഗ് അടക്കമുള്ളവർ പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. സർക്കാർ അത് മനഃപൂർവ്വം വൈകിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടക്കം VD സതീശൻ ആ ഒരു നിലപാട് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും RSSനും BJPക്കും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തെ ഇട്ടുകൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നുള്ളതാണ്. ഒരു രമ്യമായി പരിഹരിക്കേണ്ട വിഷയം ഇത്തരത്തിൽ വളരെ വലിയ തോതിലൊരു വൈകിച്ചു എന്നുള്ളത് സംസ്ഥാന സർക്കാർ വൈകിച്ചു എന്നുള്ളൊരു നിലപാടുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? സാമുദായികമായ വിഭജനത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി പെരുപ്പിച്ച ഒരു കാര്യത്തെ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കുക എന്നതല്ല ശരി. അവധാനതയോടുകൂടി കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത് തന്നെയാണ് ശരിയായ നിലപാട്. ഈ സമസ്തയുടെ ലീഗിന്റെ ഭാഗത്തൊരു വിള്ളലുണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു യോഗമൊക്കെ കൂടിയിരിക്കുകയാണ്, ഒരു ആദർശ സദസ്സൊക്കെ. 1989 സമാനമായിട്ടുള്ള ഒരു വിള്ളലിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? EK വിഭാഗം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലാണോ, അല്ലെങ്കിൽ ആ EK വിഭാഗം സമസ്തയിലെ വ്യത്യസ്ത ആളുകൾ തമ്മിലാണോ ഈ തർക്കമെന്ന് തന്നെ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അത് അവരുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. സംസ്ഥയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടായി. അദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റണമെന്നടക്കമുള്ള ചർച്ചകൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടായപ്പോൾ, അതായത് ഹാസ്യായിരിക്കാൻ യോഗ്യനല്ല എന്നുണ്ടായപ്പോൾ അത് മാധ്യമങ്ങൾക്ക് മേലാണ് അദ്ദേഹം കുറ്റം ചാർത്തിയത്. നിലപാട് പിന്നെ മാറ്റുകയുണ്ടായി. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? മതപരമായ സ്ഥാനങ്ങളെയും ആശയങ്ങളെയും ഒക്കെ പണ്ഡിത സഭകളിൽ തന്നെ ചർച്ച ചെയ്ത് അവിടെ തീർക്കേണ്ടതും പൊതുസമൂഹത്തിലേക്ക് അത്തരം ആശയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാതിരിക്കുകയുമാണ് വേണ്ടത്. നേരത്തെ പ്രസ് മീറ്റിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെയാണ് ഈ മതവും രാഷ്ട്രീയവും പലപ്പോഴും നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാനവ സഞ്ചാരത്തിലടക്കം അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും കേരളത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ BJPയുടെ ഭാഗത്ത് ഞാൻ ഒരിക്കൽ കൂടി തുടക്കത്തിൽ നിന്ന് ചോദിച്ചതിലേക്ക് വരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള മോൻസ് ജോസഫ് MLA കണ്ടു എന്ന് പറയുന്നുണ്ട്. മധ്യ തിരുവിതാംകൂർ ഭാഗത്തിലെ ക്രിസ്ത്യാനികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുനമ്പം വിഷയത്തെ കുറച്ചുകൂടി ആളിക്കത്തിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ അനിൽ ആന്റണി അടക്കമുള്ളവർ, PC ജോർജ് അടക്കമുള്ളവർ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അനുബന്ധിച്ചാണ് അവർ BJPയിലേക്ക് എത്തിച്ചത്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടാണോ മുനമ്പം വിഷയത്തിൽ BJP അത്തരത്തിലൊരു ശ്രമമാണോ നടത്തുന്നത്? മതവും രാഷ്ട്രീയവും ഒരേ വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ പല വിഷയത്തിലും പറയുന്ന അഭിപ്രായങ്ങൾ മതത്തിന്റെ വകയായിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വകയായിട്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇത്തരം പല ചർച്ചകൾക്കും കാരണമായി തീരുന്നത്. മറ്റൊന്ന്, ഈ ഇലക്ഷനും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മതത്തെ വലിച്ചിഴക്കാതെയും മതകാര്യങ്ങൾ മതത്തിന്റെ അധ്യക്ഷന്മാർക്കും മതപണ്ഡിതന്മാർക്കും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ സമാധാനം നിലനിർത്താൻ വളരെ കാരണമായിരിക്കും. അതുതന്നെയാണ് ഏതൊരു പൗരനും, രാജ്യത്തെ ഏതൊരു പൗരനും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉസ്താദ് സൂചിപ്പിക്കുന്നത്. അതേസമയം മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.